കേരളത്തെ പിടിച്ചുലച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഇനി കോൺഗ്രസിലേക്ക്. അന്വേഷണ സംഘം കോൺഗ്രസ് നേതാക്കളായ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യും. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഗാധമായ ബന്ധമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇത് കണക്കാക്കിയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. ആന്റോ ആന്റണി എം പിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. ഈ രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കോൺഗ്രസ് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പോകുകയാണ്. പോറ്റിയെ കയറ്റിയെ പാരഡി ഗാനം പാടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആഘോഷിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഇന്ന് കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ എം പി ഗോവിന്ദൻ മാസ്റ്റർ ഇതേക്കുറിച്ച് പറയുകയും ചെയ്തു. അന്വേഷണ സംഘം കൃത്യമായും സത്യസന്ധമായും ആണ് അന്വേഷണം നടത്തുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലും ആന്റോ ആന്റണിയുടെ കാര്യത്തിലും മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എം പി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് കോൺഗ്രസ് ആയുധമാക്കിയിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ താൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെന്നും ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ താൻ ഇടപെടാറില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. മാത്രമല്ല, തൻ്റെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫയൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് കോടതിയിൽ ഹാജരാക്കണമെന്നും സതീശൻ കോടതിയിൽ ഹാജരാക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇതോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ ശക്തമായ പ്രതിരോധം തന്നെ ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDF വലിയ തിരിച്ചടിയായി മാറുകയാണ്. പോറ്റിയെ കയറ്റിയെ എന്ന ഗാനം ഇനി ഒരിക്കൽ കൂടി പാടാൻ ഒരിക്കൽ കൂടി അവതരിപ്പിക്കാൻ UDF കഴിയില്ല. എന്തായാലും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അന്വേഷണ സംഘത്തിൻ്റെ സംശയ നിഴലിലാണ്. മണ്ഡലത്തിലെ വ്യക്തി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്നാണ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് ഇവർ എത്തി? സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ചരട് കെട്ടിക്കൊടുത്തു? സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സമ്മാനങ്ങൾ നൽകി? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും. അങ്ങനെ സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള UDF നേർക്ക് ചായുകയാണ്. UDF ലാക്കാക്കി പോവുകയാണ്. അന്വേഷണ സംഘം KPCCയുടെ വാതിലിലേക്ക് എത്തുകയാണ്. അടൂർ പ്രകാശ് കോൺഗ്രസിനെ പലവട്ടം പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി പ്രസ്താവന നടത്തിയ അടൂർ പ്രകാശിനെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ദിവസം സണ്ണി ജോസഫും BD സതീശനും തള്ളിപ്പറഞ്ഞു. മാത്രമല്ല, തരാതരം പോലെ അടൂർ പ്രകാശ് സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ ബലാത്സംഗ കേസിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പോലീസ് കേസെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂർ പ്രകാശ് സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയതും കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ ആക്കി. ഇപ്പോൾ അതേ അടൂർ പ്രകാശ് തന്നെ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൽ വലിയൊരു കോളിളക്കം തന്നെ ഉണ്ടാക്കും. CPM അതിനെ രാഷ്ട്രീയമായി നന്നായി മുതലെടുക്കും. എന്തായാലും അന്വേഷണ സംഘം കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് കാര്യക്ഷമമായി തന്നെ നീങ്ങുകയാണ്. അതിൻ്റെ തെളിവാണ് അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യാൻ വിളിച്ചത്. ഇനി പോറ്റിയെ കയറ്റിയെ എന്ന പാരഡി ഗാനം പാടാൻ UDF കഴിയില്ല. കാരണം സോണിയാഗാന്ധി വരെ പോറ്റിയെ വീട്ടിൽ കയറ്റി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സോണിയാഗാന്ധി അടക്കമുള്ളവർ ഇതിന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥ. ഇടതുപക്ഷം ഇത് ആയുധമാക്കും എന്നുള്ളത്
ഉറപ്പാണ്.